Hello, this is Dr. Abbas Vatoli, Assistant Professor, Amal College of Advanced Studies, Nilambur. Calicut University Second Sem BBA Financial Accounting Module 3 Accounting for Hire Purchase and Installment System in the chapter revision and video. First introduction. നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുഴുവൻ പൈസ അടക്കാൻ നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ നമ്മുടെ സെല്ലർ അനുവദിക്കുകയാണെങ്കിൽ നമുക്കത് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത് ഡൗൺ പേയ്മെന്റ് മാത്രം അടക്കുന്നു, ബാക്കിയുള്ള തുക ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചു കൊടുക്കുന്ന സിസ്റ്റത്തെ പറയുന്ന പേരാണ് ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പൊസഷൻ. ഹയർ പർച്ചേസ് ട്രാൻസാക്ഷനിൽ അസറ്റിന്റെ പൊസഷൻ മാത്രമാണ് ബയർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിന്റെ ഓണർഷിപ്പ് സെല്ലറുടെ കയ്യിൽ തന്നെയാണ് ഉണ്ടാവുക. ഇൻസ്റ്റാൾമെന്റ്സ്. ഹയർ പർച്ചേസിൽ ആ അസറ്റിന്റെ പ്രൈസിന്റെ ഒരു പാർട്ട് മാത്രം തുടക്കത്തിൽ അടക്കുന്നു, ബാക്കിയുള്ള തുക ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ് അടക്കുക. ഡൗൺ പേയ്മെന്റ്. സാധാരണഗതിയിൽ ഹയർ പർച്ചേസ് എഗ്രിമെന്റ്സിൽ ഇനീഷ്യലി എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ഒരു എമൗണ്ട് അടക്കണം. ആ ഇനീഷ്യൽ പേയ്മെന്റിനെ പറയുന്ന പേരാണ് ഡൗൺ പേയ്മെന്റ്. അതുപോലെ ഹയർ പർച്ചേസ് എഗ്രിമെന്റ് പ്രകാരം ബയർക്ക് ഓണർഷിപ്പ് കിട്ടണമെങ്കിൽ ഏറ്റവും അവസാനത്തെ ഇൻസ്റ്റാൾമെന്റും അടച്ചു തീർത്താൽ മാത്രമേ ഓണർഷിപ്പ് കിട്ടുള്ളൂ. റീപൊസഷൻ. ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെന്റ് അടക്കാൻ ബയർക്ക് സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ സെല്ലർക്ക് ആ അസറ്റ് തിരിച്ചെടുക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അതാണ് റീപൊസഷൻ എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുകൾ പറയാം. ഹയർ വെൻഡർ. ഹയർ പർച്ചേസ് എഗ്രിമെന്റിൽ സെല്ലറെ പറയുന്ന പേരാണ് ഹയർ വെൻഡർ. ഹയർ പർച്ചേസ് എഗ്രിമെന്റിൽ ബയർ പറയുന്ന പേരാണ് ഹയർ പർച്ചേസർ. ക്യാഷ് പ്രൈസ്. ഹയർ പർച്ചേസ് ട്രാൻസാക്ഷനാണെങ്കിലും ആ അസറ്റ് ക്യാഷിനാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്താണ് അതിന്റെ വില, അതിന് പറയുന്ന പേരാണ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. ഡൗൺ പേയ്മെന്റ്. ഫസ്റ്റ് നടത്തുന്ന ഇനീഷ്യൽ പേയ്മെന്റിനാണ് ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ ഇൻട്രസ്റ്റ് കോമ്പോണന്റ് ഉണ്ടാവില്ല, അതാണ് അതിന്റെ പ്രത്യേകത. ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെന്റ്. ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞ് ബാക്കിയുള്ളതും ഓരോന്നും പീരിയോഡിക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് നടക്കുക. അതിനെ പറയുന്ന പേരാണ് ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെന്റ്. ഇൻസ്റ്റാൾമെന്റിൽ പ്രിൻസിപ്പൽ കോമ്പോണന്റും ഉണ്ടായിരിക്കും, ഇൻട്രസ്റ്റ് കോമ്പോണന്റും ഉണ്ടായിരിക്കും. ഹയർ പർച്ചേസ് പ്രൈസ്. ഒരു ഹയർ പർച്ചേസ് എഗ്രിമെന്റ് പ്രകാരം ഒരു അസറ്റ് വാങ്ങിക്കുമ്പോൾ മൊത്തം ഹയർ ബയർ കൊടുക്കേണ്ടി വരുന്ന തുകനെ പറയുന്ന പേരാണെന്ത്? ഹയർ പർച്ചേസ് പ്രൈസ്. സാധാരണ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ക്യാഷ് പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ 1,00,000 രൂപ ക്യാഷ് പ്രൈസ് ഉള്ള ഒരു അസറ്റ്, സാധാരണ വിലയുള്ള ഒരു അസറ്റ് ഹയർ പർച്ചേസ് എഗ്രിമെന്റ് പ്രകാരമാണ് വാങ്ങുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1,10,000 കൊടുക്കേണ്ടി വരും. അപ്പോൾ 1,00,000 എന്ന് പറയുന്നത് ക്യാഷ് പ്രൈസും 1,10,000 എന്ന് പറയുന്നത് ഹയർ പർച്ചേസ് പ്രൈസും ആ 10,000 രൂപ ഇൻട്രസ്റ്റുമാണ് അവിടെ വരുന്നത്. സാധാരണ ഇങ്ങനത്തെ ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻ നടത്തുന്നത് വലിയ കമ്പനികളാണ്. അവർ വലിയ വിലയുള്ള മെഷീൻസ്, ട്രക്കുകളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് ഈ ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻ വഴി സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അസർടൈൻമെന്റ് ഓഫ് ടോട്ടൽ ക്യാഷ് പ്രൈസ്. ഹയർ പർച്ചേസിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ക്യാഷ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുന്നത്. കാരണം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അസറ്റ് റെക്കോർഡ് ചെയ്യേണ്ടത് എപ്പോഴും ക്യാഷ് പ്രൈസിലാണ്. അതുകൊണ്ട് തന്നെ ഹയർ പർച്ചേസ് പ്രൈസ് ആയിരിക്കും അതിൽ പ്രധാനമായിട്ട് പറയുന്നുണ്ടാവുക. പക്ഷെ ക്യാഷ് പ്രൈസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ പ്രൈസിൽ വേണം അസറ്റ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ ഇതിന് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്ന് വിത്തൗട്ട് യൂസിങ് ആന്വിറ്റി ടേബിളും, രണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആന്വിറ്റി ടേബിൾ. അപ്പോൾ വിത്തൗട്ട് യൂസിങ് ആന്വിറ്റി ടേബിൾ എങ്ങനെയാണ് ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളൊരു പ്രോബ്ലത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രോബ്ലം ഇതാണ്. ആശ പർച്ചേസ്ഡ് എ ട്രക്ക് ഓൺ ഹയർ പർച്ചേസ് സിസ്റ്റം. ആസ് പെർ ഹീസ് റിക്വയർഡ് ടു പേ 70,000 ഡൗൺ പേയ്മെന്റ് 70,000, 53,000 ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്, 49,000 സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ്, 55,000 തേർഡ് ഇൻസ്റ്റാൾമെന്റ്. ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് 10%. നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിന് എത്രയാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് പേ ചെയ്തത് എന്നുള്ളതും ആകെ ക്യാഷ് പ്രൈസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനത്തെ സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അവസാനത്തെ ഇൻസ്റ്റാൾമെന്റ് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന് ഇൻട്രസ്റ്റ് കോമ്പോണന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അഥവാ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് എമൗണ്ട് ഡ്യൂ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതോടെ 10% ആയതുകൊണ്ട് 10/110 അല്ലെങ്കിൽ 1/11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഓരോ ഇൻസ്റ്റാൾമെന്റിനെയും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ ആദ്യം നമ്മൾ തേർഡ് ഇൻസ്റ്റാൾമെന്റ് എടുക്കുക. 55,000 തേർഡ് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 55,000 ഇൻട്രസ്റ്റ് കോമ്പോണന്റ് അറിയാൻ വേണ്ടിയിട്ട് 55,000 ഇൻറ്റു
10/100 അല്ലെങ്കിൽ 1/11 ചെയ്യുക. അപ്പോൾ 5000 രൂപ വന്നിട്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ 55,000 5000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 50,000 ആണ് അതിൻ്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഇയറിലെ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഇയറിലെ എമൗണ്ട് ഡ്യൂ അറ്റ് ദ ടൈം ഓഫ് ഇൻസ്റ്റാൾമെന്റ് എത്രയാണ് എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 50,000 അവസാനത്തെ വർഷത്തെ ക്യാഷ് പ്രൈസ് കോമ്പോണന്റ് ആയിട്ടുള്ള 50,000 പ്ലസ് സെക്കൻഡ് ഇയറിലെ ഇൻസ്റ്റാൾമെന്റ്, അത് ക്വസ്റ്റ്യനിൽ തന്നുള്ളത് 49,000 എന്നാണ്. അപ്പോൾ ആ 50,000 49,000 ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഇയറിൽ അയാൾ കൊടുക്കാനുള്ള എമൗണ്ട് ഡ്യൂ എന്ന് പറയുന്നത് 99,000 ആണ്. ഈ 99,000ന്റെ 1/11 അല്ലെങ്കിൽ 10/110 കാണുമ്പോൾ ഇൻട്രസ്റ്റ് എലമെന്റ് 9,000 കിട്ടും. അപ്പോൾ അതിനർത്ഥം 90,000 രൂപയാണ് ക്യാഷ് പ്രൈസ് അതുവരെയുള്ളത്. ദെൻ ഒന്നാമത്തെ വർഷത്തേക്ക് വരുമ്പോൾ ഈ 90,000 പ്ലസ് ഫസ്റ്റ് ഇയറിലെ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ആയിട്ടുള്ള 53,000 ആഡ് ചെയ്യുമ്പോൾ 1,43,000 ആയിരിക്കും ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻട്രസ്റ്റ് എലമെന്റ് കാണാൻ ഇൻറ്റു 10/100 10 ചെയ്യുക അല്ലെങ്കിൽ 1/11 ചെയ്യുക. അപ്പോൾ 13,000 കിട്ടും. അപ്പോൾ 1,30,000 ആണ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ച സംഖ്യയിൽ ക്യാഷ് പ്രൈസ് കോമ്പോണന്റ്. അതിൻ്റെ കൂടെ 70,000 ഡൗൺ പേയ്മെന്റ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അസറ്റിന്റെ ടോട്ടൽ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 2,00,000 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാവും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ക്യാഷ് പ്രൈസും കണ്ടുപിടിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് സംഭവമാണ് അസർടൈൻമെന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇതേപോലെ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇൻട്രസ്റ്റ് എത്രയും തന്നിട്ടുണ്ടാവില്ല, അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓം ലിമിറ്റഡ് പർച്ചേസ്ഡ് എ മെഷീൻ ഓൺ ഹയർ പർച്ചേസ് ബേസിസ് ഫ്രം കുമാർ മെഷീനറി കമ്പനി ലിമിറ്റഡ് ഓൺ ദ ഫോളോയിങ് ടേം. 80,000 രൂപ ക്യാഷ് പ്രൈസ്, ഡൗൺ പേയ്മെന്റ് 21,622, 15,400 വെച്ചിട്ടുള്ള 5 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തിരിച്ചടക്കണം, ഇൻട്രസ്റ്റ് 10%. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓരോ ഇൻസ്റ്റാൾമെന്റ് എത്ര ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് നമ്മൾ 80,000 രൂപയുടെ അസറ്റാണ് പർച്ചേസ് ചെയ്യുന്നത്. അതിന് അപ്പം തന്നെ 21,622 നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വർഷം അല്ലെങ്കിൽ ഡൗൺ പേയ്മെന്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. ദെൻ ആ വർഷ അവസാനം നമ്മളിനി അല്ലെങ്കിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്തതിന് ശേഷം നമ്മളിനി അയാൾക്ക് കൊടുക്കാനുള്ള പൈസ എന്ന് പറയുന്നത് 58,378 നമ്മൾ 80,000 നിന്ന് 21,622 കൊടുത്തോണ്ട് ഇനി 58,378 കൊടുക്കാനുണ്ട്. അപ്പോൾ ഒന്നാമത്തെ വർഷം ഈ എമൗണ്ടുമിലാണ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക. 58,378ന്റെ 10% 5,838 ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ വർഷം അവസാനം 15,400 അടക്കുമ്പോൾ 5,800 ഇൻട്രസ്റ്റിലേക്ക് പോകും. ബാക്കി ക്യാഷിലേക്ക് അസറ്റിന്റെ പ്രൈസിലേക്ക് പോകുന്നു 9,562. ദെൻ അപ്പോൾ 9,562 അതിന് കുറച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷം അല്ലെങ്കിൽ രണ്ടാമത്തെ വർഷത്തിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ബാലൻസ് നമ്മൾ കൊടുക്കാനുള്ള പൈസ എന്ന് പറയുന്നത് 48,816. ഇതെങ്ങനെ കിട്ടുക? 58,376 കൊടുക്കാണ്ടായിരുന്നു ഡൗൺ പേയ്മെന്റിന് ശേഷം. പിന്നെ നമ്മൾ ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് അടച്ചപ്പോൾ അതിൽ 9,562 ക്യാഷിലേക്ക് അസറ്റിന്റെ ക്യാഷ് പ്രൈസിലേക്കുള്ളത്. അത് കുറച്ചപ്പോൾ 48,816 ഇനി ക്യാഷ് പ്രൈസ് തിരിച്ചടക്കാണ്ട്. അപ്പോൾ രണ്ടാമത്തെ വർഷം അവസാനം ഇൻട്രസ്റ്റ് കാണുന്നത് ഈ ഓപ്പണിംഗ് ബാലൻസുമിലാണ്. 48,816 ഇൻറ്റു 10/100 അങ്ങനെ 4,812. അപ്പോൾ ആ വർഷം നമ്മൾ 15,400 അടക്കുമ്പോൾ അതിൽ നിന്ന് 4,800 ഇൻട്രസ്റ്റിലേക്ക് പോയാൽ ബാക്കി 10,500 ആയിരിക്കും നമ്മുടെ അസറ്റിന്റെ പ്രൈസിലേക്ക് പോവുക. അപ്പോൾ അതിവിടെ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ഇനി രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റും കഴിഞ്ഞാൽ 38,298 കൊടുക്കാണ്ടാവും. ആ 38,298ന്റെ 10% ഇൻട്രസ്റ്റ് ആണ് 3,830. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിൽ നിന്ന് 11,570 ക്യാഷിലേക്ക് പോകും. അപ്പോൾ ആ 11,570 കൂടി കുറച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കാനുള്ള പൈസ 26,728 അതുകൊണ്ട് മൂന്നാമത്തെ വർഷത്തെ അവസാനം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2,762 രൂപ എന്ന് കിട്ടും. അപ്പോൾ ആ വർഷത്തെ ഇൻസ്റ്റാൾമെന്റ് മൂന്നാമത്തെ വർഷം കഴിഞ്ഞിട്ട് നാലാമത്തെ ഇൻസ്റ്റാൾമെന്റ് 15,400 അടക്കുമ്പോൾ അതിൽ നിന്ന് 2,672 ഇൻട്രസ്റ്റിൽ പോയാൽ ബാക്കി ക്യാപിറ്റലിലേക്കുള്ള അടവ് 15, അല്ലെങ്കിൽ പ്രിൻസിപ്പലിലേക്കുള്ള അടവ് 12,772 ആയിരിക്കും. അപ്പോൾ 12,772 കൂടി കുറക്കുമ്പോൾ നാലാമത്തെ ഇൻസ്റ്റാൾമെന്റും അടച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ കൊടുക്കാണ്ടാവുക 14,000 രൂപയാണ്. 14,000 രൂപയുടെ ഇൻട്രസ്റ്റ് 1,400 അങ്ങനെ അവസാനത്തെ വർഷം 15,400 തിരിച്ചടക്കുമ്പോൾ 1,400 ഇൻട്രസ്റ്റിലേക്കും 14,000 രൂപ ക്യാപിറ്റലിലേക്കും പോകും. അങ്ങനെ 14,000 രൂപ ക്യാഷ് പ്രൈസും പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ ടോട്ടൽ ഒന്നും കൊടുക്കാനില്ല. ആ അസറ്റ് ബയറുടെ സ്വന്തമായി മാറും.
അപ്പോൾ ഓരോ പ്രാവശ്യം കൊടുത്ത ഇൻട്രസ്റ്റിനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 18,622 എന്ന് കിട്ടും. ഓരോ പ്രാവശ്യം കൊടുത്ത ക്യാഷ് പ്രൈസിനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 80,000 എന്ന് കിട്ടും. അത് ക്വസ്റ്റ്യനിൽ തന്നതാണ്. നമ്മൾ കണ്ടുപിടിച്ചത് ഈ ഇൻട്രസ്റ്റ് ആണ്. മൊത്തം ഈ ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻ പ്രകാരം 18,622 ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും 80,000 പ്ലസ് 18,628 ആയിരിക്കും. അതാ 98,622 ആയിരിക്കും ഇവിടുത്തെ ടോട്ടൽ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അക്കൗണ്ടിങ് അറേഞ്ച്മെന്റ്സ് ഫോർ ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻ. ഈ ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻ എങ്ങനെയാണ് ഹയർ പർച്ചേസറുടെ ബുക്കിലും അതുപോലെ ഹയർ വെൻഡറുടെ ബുക്സിലും റെക്കോർഡ് ചെയ്യുക, ജേർണലൈസ് ചെയ്യുക, ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഹയർ പർച്ചേസർ, ഹയർ ബയറുടെ ബുക്കിൽ എങ്ങനെയാണ് ഇത് റെക്കോർഡ് ചെയ്യുക? ദർ ആർ ഫോളോയിങ് 2 മെത്തേഡ്സ്. 2 മെത്തേഡ്സ് ഉണ്ട് ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്നിന് ക്യാഷ് പ്രൈസ് മെത്തേഡ് എന്നും രണ്ടാമതിന് ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ് എന്നാണ് പറയുക. 2 മെത്തേഡും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമുള്ളൂ. ഇൻട്രസ്റ്റ് ഡീൽ ചെയ്യുന്നിടത്ത് മാത്രമാണ് വ്യത്യാസമുള്ളത്. അതാണ് മെത്തേഡുകൾ. ഫസ്റ്റ്, ക്യാഷ് പ്രൈസ് മെത്തേഡ്. ക്യാഷ് പ്രൈസ് മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഇതിന് മറ്റൊരു പേരെന്ന് വെച്ചാൽ ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ് എന്നും കൂടി ഇതിന് പറയാറുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ക്യാഷ് പ്രൈസ് മെത്തേഡ് പ്രകാരം ഫുൾ ക്യാഷ് പ്രൈസ് ആണ് അസറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജേർണൽ എൻട്രീസ് നോക്കാം. ജേർണൽ എൻട്രീസ് പ്രകാരം ഫസ്റ്റ് നമ്മൾ എഗ്രിമെന്റ് എൻട്രി ചെയ്യുന്ന സമയത്ത് അസറ്റ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഹയർ വെൻഡർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ എമൗണ്ട് ഫുൾ ക്യാഷ് പ്രൈസിൽ ഒരു എൻട്രി ചെയ്യും. അഥവാ നമ്മൾ 1,00,000 രൂപയുടെ അസറ്റ് വാങ്ങിക്കുമ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെബ്റ്റർ 1,00,000 ടു ഹയർ വെൻഡർ അക്കൗണ്ട് 1,00,000 എന്നുള്ള എൻട്രി നമ്മൾ എന്ത് ചെയ്യും? പാസ് ചെയ്യും. ദെൻ ഡൗൺ പേയ്മെന്റ് നടത്തുമ്പോൾ ഹയർ വെൻഡർ അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ്, അയാൾക്ക് ക്യാഷ് എത്ര കൊടുത്തു ഫസ്റ്റ് കൊടുത്താൽ അത് എൻട്രി ചെയ്യും. ദെൻ ഓരോ ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ആവുന്ന സമയത്തും അതായത് ഓരോ വർഷം അവസാനവും ഇൻട്രസ്റ്റ് അക്രൂ ആവുമ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഹയർ വെൻഡർ അക്കൗണ്ട് എന്നുള്ള എൻട്രി നടത്തും. ഇൻട്രസ്റ്റ് എമൗണ്ട് മാത്രമായിരിക്കും അവിടെ എഴുതുക. ദെൻ ആ ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് നടത്തുന്ന സമയത്ത് ഹയർ വെൻഡർ അക്കൗണ്ട് ഡെബ്റ്റർ ടു ബാങ്ക് എന്നുള്ള എൻട്രി ചെയ്യും. അതുപോലെ ഓരോ വർഷാവസാനവും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. അസറ്റിമില് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബ്റ്റർ ടു അസറ്റ് അക്കൗണ്ട് എന്നുള്ള എൻട്രി എഴുതും. അതുപോലെ ആ വർഷാവസാനം തന്നെ എല്ലാ വർഷമുള്ള എൻട്രീസ് ആണ് ഇതൊക്കെ. ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും കൂടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ എൻട്രി എഴുതിയിട്ട് ചാർജ് ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കാം. 2010 ജനുവരി 1 HP Messrs acquired a pickup van on hire purchase from FM Messrs. The terms on the contract were as follows. Cash price 1,00,000 ആയിരുന്നു. 40,000 to be paid at the signing of the contract. Balance in 20,000 plus interest ആയിട്ടുള്ള ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടക്കണം. 6% ഇൻട്രസ്റ്റ് റേറ്റ്. ഡിപ്രീസിയേഷൻ 10% റൈറ്റ് ഓഫ് ചെയ്യണം സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ. ജേർണൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് HP മെസ്സേഴ്സിലാണ്. HP മെസ്സേഴ്സ് എന്ന് പറയുന്നത് ബയറാണ്. ബയറുടെ ബുക്സിലാണ് എൻട്രീസ് പാസ് ചെയ്യേണ്ടത് 2010 to 2012 വരെ. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ഇത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് കാണിക്കാനും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സൊല്യൂഷനിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എൻട്രി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പിക്കപ്പ് വാൻ അക്കൗണ്ട് ഡെബ്റ്റർ ടു, പിക്കപ്പ് വാൻ എന്ന് പറഞ്ഞ അസറ്റ് ആണ്, അസറ്റ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഹയർ വെൻഡർ അക്കൗണ്ട് അഥവാ FM Messrs അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 1,00,000 രൂപ എഴുതണം. ദെൻ FM Messrs അക്കൗണ്ട് ഡെബ്റ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് കൊടുത്തപ്പോൾ അത്രയും എമൗണ്ട് കുറഞ്ഞു കൊടുക്കാറുള്ളത് 40,000 രൂപ കൊടുത്തു. ദെൻ ഒന്നാമത്തെ വർഷം വാങ്ങിച്ചപ്പോഴാണ് ജനുവരി 1 ഈ എൻട്രീസ് എഴുതിയത്. ദെൻ ആ വർഷം ഡിസംബർ 31 അത് അവസാന ദിവസം ഇൻട്രസ്റ്റ് ഡ്യൂ ആവും. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബ്റ്റർ ടു FM Messrs അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനി കൊടുക്കാറ് 1,40,000 ഡൗൺ പേയ്മെന്റിന് കൊടുത്തു കഴിഞ്ഞു. ബാക്കി 60,000 ആണ്. 60,000ന്റെ 6% അഥവാ 3,600 രൂപ ഇൻട്രസ്റ്റ് ഡ്യൂ ആവും. ദെൻ എന്ത് ചെയ്യും? ആ വർഷം അവസാന ഇൻസ്റ്റാൾമെന്റ് അടക്കണം. FM Messrs അക്കൗണ്ട് ഡെബ്റ്റർ ടു ബാങ്ക് നമ്മളോട് പറഞ്ഞത് 20,000 രൂപ പ്ലസ് ഇൻട്രസ്റ്റ് അടക്കാനാണ് പറഞ്ഞത്. അപ്പൊ 20,000 പ്ലസ് 3,600 23,600 ഒന്നാമത്തെ വർഷത്തെ അവസാനം നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടക്കും. ആ വർഷം തന്നെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബ്റ്റർ ടു പിക്കപ്പ് വാൻ അക്കൗണ്ട് സ്ട്രൈറ്റ് ലൈനിൽ 10,000 രൂപ ചാർജ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ 10,000 റുപ്പീസ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലാകുമ്പോൾ എല്ലാ വർഷവും 10,000 രൂപ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണം. 10% 1,00,000. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഡിപ്രീസിയേഷൻ ടു ഇൻട്രസ്റ്റ്.
ഇപ്പൊ നമ്മൾ നേരത്തെ ചാർജ് ചെയ്ത 10,000 ഡിപ്രീസിയേഷനും 3,600 ഇൻട്രസ്റ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി ആണ്. അതോടുകൂടി ഒരു വർഷത്തെ ജേർണൽ എൻട്രീസ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ വർഷത്തെ അവസാനം 2010 ഡിസംബറിലെ എൻട്രീസ് ആണ് ഇതൊക്കെ. ഇനി 2011 ഡിസംബർ 31 ഇതുപോലെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവും. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുമ്പോൾ അയാൾക്ക് ഇനി കൊടുക്കാനുള്ള ആദ്യം 1 ലക്ഷം ആയിരുന്നു, അതിൽ നിന്ന് 40,000 കൊടുത്തപ്പോൾ 60,000 ആയിരുന്നു, അതിൽ നിന്ന് വീണ്ടും 20,000 ആണ് കൊടുത്തത്. 23,000 ആണ് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് എന്ന് കരുതിയാലും 3,600 ഇൻട്രസ്റ്റ് ആണ്, 20,000 ആണ് ക്യാഷ് പ്രൈസ് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇനി ബാക്കി എത്ര കൊടുക്കാണ്ട്? 40,000 കൊടുക്കാണ്ട്. അതിന്റെ 6% 2,400. FM മെസേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 20,000 പ്ലസ് 2,400 22,400 ഇൻസ്റ്റാൾമെന്റ് അടക്കണം. ദെൻ ഡിപ്രീസിയേഷൻ സ്ട്രൈറ്റ് ലൈൻ ആയതുകൊണ്ട് എല്ലാ വർഷവും 10,000 ആയിരിക്കും. 10,000 ടു പിക്കപ്പ് വേണ്ടി 10,000. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ഇത് രണ്ടും ട്രാൻസ്ഫർ ചെയ്യണം. 10,000 2,400. അപ്പോൾ എൻട്രി എഴുതി. ദെൻ വീണ്ടും അടുത്ത വർഷം 2012 ഡിസംബർ 31 ഇതേപോലെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവും. അപ്പൊ ഞാൻ ബാക്കി ആകെ 20,000 കൊടുക്കാനുള്ളൂ. അതിന്റെ ഇൻട്രസ്റ്റ് 1,200. ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും കൂടിയിട്ട് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് 21,200. ദെൻ ഡിപ്രീസിയേഷൻ 10,000 രൂപ അസറ്റിലേക്ക് ചാർജ് ചെയ്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഇതെല്ലാം എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. ഇനി ലെഡ്ജർ അക്കൗണ്ടുകൾ നോക്കുകയാണ്. ലെഡ്ജേഴ്സ് ഇൻ ദ ബുക്സ് ഓഫ് HP മെസ്സേഴ്സ് എന്നുള്ളതിൽ ഫസ്റ്റ് അസറ്റ് അക്കൗണ്ട്, പിക്കപ്പ് വാൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ നേരത്തെ എഴുതിയ ജേർണൽ എൻട്രീസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫസ്റ്റ് അസറ്റ് വാങ്ങിച്ചപ്പോൾ ടു FM മെസ്സേഴ്സ് എന്നിട്ട് 1 ലക്ഷം രൂപ എഴുതിയിരുന്നു. അന്ന് ആ വർഷം അവസാനം തന്നെ ബൈ ഡിപ്രീസിയേഷൻ 10,000 എഴുതി. അപ്പോൾ 90,000 രൂപ ബാലൻസ് ക്യാരി ഡൗൺ ആയി. ആ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്തു 90,000. എന്നിട്ട് രണ്ടാമത്തെ വർഷം 10,000 രൂപ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. അങ്ങനെ ബാലൻസ് ക്യാരി ഡൗൺ 80,000 ആയി. അതിനെ ബ്രോ ഡൗൺ ചെയ്തു. മൂന്നാമത്തെ വർഷം 10,000 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. ഇപ്പോൾ അവസാനത്തെ വർഷം ഇതിന്റെ ബാലൻസ് ക്യാരി ഡൗൺ അസറ്റിന്റെ ബുക്ക് വാല്യൂ 70,000 രൂപയാണ് ഉള്ളത് ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ട്. അതുപോലെ FM മെസ്സേഴ്സ് അക്കൗണ്ട്. മെസ്സേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വെൻഡർ അക്കൗണ്ട് ആണ്. അയാൾക്ക് നമ്മൾ പൈസ കൊടുക്കാനുള്ളതാണ്. ഫസ്റ്റ് അയാളുടെ അസറ്റ് വാങ്ങിച്ചപ്പോൾ എൻട്രി ചെയ്തു 1 ലക്ഷം രൂപ അയാൾക്ക് കൊടുക്കാണ്ടായിരുന്നു. ടു ബാങ്ക് എന്നിട്ട് 40,000 നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് വാങ്ങിച്ചപ്പോൾ തന്നെ കൊടുത്തു. ജനുവരി 1 തന്നെ കൊടുത്തു. ദെൻ ആ വർഷം പിന്നെ നമ്മൾ അവസാനം എത്തിയപ്പോൾ 31-ാം തീയതി ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി ഉണ്ടായിരുന്നു. ആ എമൗണ്ട് ഇവിടെ എഴുതി 3,600. ദെൻ 3,600 കൂട്ടിയിട്ട് ഇൻസ്റ്റാൾമെന്റ് 23,600 കൊടുത്തു. അങ്ങനെ അയാൾക്ക് ഒന്നാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ ബാലൻസ് ഇനി കൊടുക്കാനുള്ള 40,000 ആണ്. അതിനെ ബ്രോ ഡൗൺ ചെയ്തു 40,000. എന്നിട്ട് ആ വർഷത്തെ ഇൻട്രസ്റ്റ് എഴുതി. അങ്ങനെ 22,400 അയാൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടിച്ചു കൊടുത്തു. ബാക്കി 20,000 കൊടുക്കാണ്ട്. മൂന്നാമത്തെ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് 20,000 ആണ്. അതിനോടുകൂടി ഇൻട്രസ്റ്റ് ഉണ്ട്, അതടക്കം 21,200 കൊടുത്തു. അങ്ങനെ ആ അക്കൗണ്ട് ക്ലോസ് ആയി. FM മെസ്സേഴ്സിന് ഇനി ഒന്നും കൊടുക്കാനില്ല. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ എൻട്രികൾ എങ്ങനെയാണ് ഉണ്ടാവുക? ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ടു പിക്കപ്പ് വാൻ അക്കൗണ്ട് എന്നിട്ട് 10,000 രൂപ വരും. അതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യും. ഓരോ വർഷവും ഇതേ എൻട്രീസ് വരും. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് എല്ലാ വർഷവും സെയിം ഡിപ്രീസിയേഷൻ ആയിരിക്കും. ഇൻട്രസ്റ്റ് അക്കൗണ്ടിൽ ഇതേപോലെ ടു FM മെസ്സേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 3,600, രണ്ടാമത്തെ വർഷം 2,400, 1,200 അതേ എൻട്രീസിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ ബാലൻസ് ഷീറ്റിൽ 31 ഡിസംബർ 2010 അന്ന് ബാലൻസ് ഷീറ്റിൽ നോക്കുകയാണെങ്കിൽ ഇത് എങ്ങനെയായിട്ട് റെക്കോർഡ് ചെയ്തത് വെച്ചാൽ പിക്കപ്പ് വാനിന് 1 ലക്ഷത്തിൽ നിന്ന് 10,000 ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ട് 90,000 രൂപ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഉണ്ടാവും. ദെൻ ലാബിലിറ്റി സൈഡിൽ എന്തുണ്ടാവും? FM മെസ്സേഴ്സിന് കൊടുക്കാനുള്ള 40,000 ഉണ്ടാവും. 60,000 1 ലക്ഷം ആയിരുന്നു. അതിൽ 40,000 ഫസ്റ്റ് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ 40,000 അഡ്വാൻസ് ആയിട്ടും കൊടുത്തു. പിന്നെ 20,000 ഇൻസ്റ്റാൾമെന്റും കൊടുത്തു. അങ്ങനെ ബാക്കി 40,000 കൊടുക്കാനുള്ളതുണ്ടാവും. ഡിസംബർ 2011 നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിക്കപ്പ് വാനിന് 80,000 അസറ്റ് പ്രൈസ് ഉണ്ടാവും. വീണ്ടും 10,000 ഡിപ്രീസിയേഷൻ കുറച്ചു. ഇയാൾക്ക് 20,000 കൊടുക്കാനുണ്ടാവും. ഡിസംബർ 2012 അവസാന ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസറ്റിന്റെ വാല്യൂ 70,000 ഉണ്ടാവും. അയാൾക്ക് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. ഫുൾ പൈസ നമ്മൾ കൊടുക്കുക. ഇത്രയുമാണ് ജേർണലും ലെഡ്ജറിലും നമ്മൾ ഈ ട്രാൻസാക്ഷൻ ഹയർ പർച്ചേസ്ഡ് അക്കൗണ്ടിൽ എഴുതേണ്ടത്. നെക്സ്റ്റ് ഇനി ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. Under this method, at the time of transfer of possession of asset, total interest unaccrued is transferred to interest suspense account. ഇതിൽ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ എൻട്രീസിൽ കാര്യമായിട്ട് ഒരു മാറ്റം വരുന്നില്ല. ഇൻട്രസ്റ്റിനെ ഡീൽ ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുന്നുണ്ട്. ഇൻട്രസ്റ്റിന് ആദ്യത്തെ വർഷം തന്നെ മുഴുവൻ ഇൻട്രസ്റ്റും ഡ്യൂ ആയിട്ട് കാണിക്കും. എന്നിട്ട് ഓരോ വർഷവും ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്കായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് ജസ്റ്റ് ജേർണൽ എൻട്രീസ് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അസറ്റ് വാങ്ങിക്കുമ്പോൾ അസറ്റ് അക്കൗണ്ട് അപ് ടു ഹയർ വെൻഡർ അക്കൗണ്ട് ഫുൾ ക്യാഷ് പ്രൈസ് ആണ് എഴുതുന്നത്. Then HP ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അപ് ടു ഹയർ വെൻഡർ അക്കൗണ്ട് എന്നുള്ളൊരു എൻട്രി ചെയ്തു. അത് ഫുൾ ഇൻട്രസ്റ്റ് എമൗണ്ട് എഴുതും. മറ്റിടത്തൊക്കെ നമ്മൾ ഓരോ വർഷത്തെ ഇൻട്രസ്റ്റ് മാത്രം എഴുതി പോന്നിരുന്നത്. ഇത് അസറ്റ് വാങ്ങുന്ന സമയത്ത് തന്നെ
HP ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഫുൾ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഒരു എൻട്രി എഴുതും. ഇനി ഡൗൺ പേയ്മെന്റ് നടത്തുന്ന ഹയർ വെൻഡർ അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതും. ഇൻട്രസ്റ്റ് ഓഫ് ദ റിലവന്റ് പീരീഡിൽ നമ്മൾ ശരിക്ക് ഇങ്ങനെ ഒരു എൻട്രി എഴുതുക, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു HP ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് നിന്ന് ഓരോ വർഷത്തെ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ചെയ്യുന്നതാണ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ദെൻ ഹയർ വെൻഡർ അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു അസറ്റ് അക്കൗണ്ട്, അതൊക്കെ സെയിം ആണുള്ളത്. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്, ഈ എൻട്രീസ് ഒക്കെ സെയിം ആണ്. ഈ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്നുള്ള എൻട്രിയിൽ മാത്രമാണ് മാറ്റം വരിക. അത് ഫസ്റ്റ് ഇയറിലാണ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് വോൾ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ഓരോ വർഷത്തെ ഇൻട്രസ്റ്റ് ഈ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ നിന്നായിരിക്കും ഇൻട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക. Then in the books of the higher vendor, higher purchaser ബുക്സിലുള്ള റെക്കോർഡിംഗ് ആണ് നമ്മൾ പഠിച്ചത്. ഹയർ വെൻഡറുടെ ബുക്കിലും ഇതുപോലെ അക്കൗണ്ടിൽ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് രണ്ട് മെത്തേഡുകൾ, ഒന്ന് സെയിൽസ് മെത്തേഡും രണ്ട് ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡും. ഈ സെയിൽസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് പ്രൈസ് മെത്തേഡിന്റെ വേർഷനാണ്. ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡിന്റെ ഒരു സെല്ലറുടെ വേർഷനാണ് ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ ആ ഡിഫറൻസ് മാത്രമേ ഇവിടെയുള്ളൂ, ഇൻട്രസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നിടത്തുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സെയിൽസ് മെത്തേഡ്, ഇത് സെയിൽസ് മെത്തേഡ് അതുപോലെ തന്നെ ക്യാഷ് പ്രൈസ് മെത്തേഡ് എന്നൊക്കെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ശരിക്കും ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻ പ്രകാരം ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പൊ ബൈ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അസറ്റിന് ഫുൾ വാല്യൂവിൽ അയാൾക്ക് കാണിക്കാനുള്ള റൈറ്റ് ഇല്ല. പക്ഷെ അത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്താക്കുന്നു, ക്യാഷ് പ്രൈസ് മെത്തേഡിൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ആ 1,00,000 അസറ്റ് വാങ്ങുമ്പോൾ 1,00,000 അസറ്റിന് വാല്യൂ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ അത് അയാളുടെ ഓണർഷിപ്പിലല്ല ശരിക്ക്. അതുപോലെ തന്നെ ഇവിടെ സെയിൽസ് അല്ല ശരിക്കത്, എന്നാലും സെയിൽസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ പേര് സെയിൽസ് മെത്തേഡ് എന്ന് വരുന്നത്. ദെൻ ജേർണൽ എൻട്രീസ് നോക്കുക. ഗുഡ്സ് ഹയർ പർച്ചേസിൽ സെല് ചെയ്യുമ്പോൾ ഹയർ പർച്ചേസർ അക്കൗണ്ട് അപ്റ്റർ ടു HP സെയിൽസ് അക്കൗണ്ട്, ഇത് ക്രെഡിറ്റ് ചെയ്യേണ്ടത് HP സെയിൽസ് അക്കൗണ്ടിലേക്കാണ്. ഫുൾ ക്യാഷ് പ്രൈസ് എഴുതണം. ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്, ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് കിട്ടുമ്പോൾ ഈ എൻട്രി എഴുതണം. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ആകുമ്പോൾ, കാരണം ഇങ്ങോട്ട് കിട്ടുകയാണല്ലോ, സെല്ലറുടെ ബുക്കിലാണ് നമ്മൾ എഴുതുന്നത്. ദെൻ ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ആകുമ്പോൾ ഹയർ പർച്ചേസർ അക്കൗണ്ട് അപ്റ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. നേരത്തെ ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഹയർ വെൻഡർ അക്കൗണ്ട് എന്നായിരുന്നു. ഇത് സെല്ലറുടെ അക്കൗണ്ട് വരുമ്പോൾ ഒരു ഇൻകം ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻകം ആണ്. നേരത്തെ ഇൻട്രസ്റ്റ് ഒരു എക്സ്പെൻസ് ആയിരുന്നു ബയറുടെ കേസിൽ. അതുപോലെ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ, ഇൻസ്റ്റാൾമെന്റ് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട് എന്ന് വരും. ഇൻട്രസ്റ്റിനെ ക്ലോസ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നേരത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്നായിരുന്നു. കാരണം ഹയർ പർച്ചേസറെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണ്, ഹയർ വെൻഡറെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് ഇൻകം ആണ്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതുക. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് ഇൻട്രസ്റ്റ് വരുന്നത്, ഒരു ഇൻകം ആണത്. ഹയർ പർച്ചേസ് സെയിൽസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ HP സെയിൽസ് അക്കൗണ്ട് അപ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്, അത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമല്ലോ. ഓരോ സെയിൽസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ചെയ്യും. ഇനി ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെത്തേഡ് ഓൾമോസ്റ്റ് സിമിലർ ആണ്, എക്സെപ്റ്റ് അക്കൗണ്ടിങ് ഫോർ ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റിലേക്കുള്ള അക്കൗണ്ടിങ് മാത്രമാണ് മാറ്റുള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റിലേക്കുള്ള അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഹയർ പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു HP സെയിൽസ് അക്കൗണ്ട് അതുപോലെ എഴുതും. പ്ലസ് എന്തുണ്ടാവും, ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്, ഫുൾ ഇൻട്രസ്റ്റ് എമൗണ്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഫസ്റ്റ് തന്നെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡൗൺ പേയ്മെന്റ് റിസീവ് ചെയ്യും. ദെൻ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്നാണ് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രീസ് ഉണ്ടാവുക. ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ്റ്റർ ടു പ്രോഫിറ്റ് അക്കൗണ്ട് സെയിം ആണ്. ദെൻ HP സെയിൽസ് അക്കൗണ്ട് അപ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്, അതെല്ലാം സെയിം ആണ്. ഇത്രയും ആണ് ഈ ഹയർ പർച്ചേസ് അക്കൗണ്ടിങ് ഫോർ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റീപൊസഷൻ ആണ്. അഥവാ ഹയർ പർച്ചേസർ ഇൻസ്റ്റാൾമെന്റ് അടക്കാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഹയർ വെൻഡർക്ക് എന്ത് ചെയ്യാം, അസറ്റുകൾ തിരിച്ചെടുക്കാം. അങ്ങനെ മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെ കംപ്ലീറ്റ് റീപൊസഷൻ എന്നും, കുറച്ച് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പാർഷ്യൽ റീപൊസഷൻ എന്നാണ് പറയുക. ഇനി കംപ്ലീറ്റ് റീപൊസഷൻ ആണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് റീപൊസിഷൻ വരുമ്പോൾ രണ്ടുപേരും അവരുടെ അക്കൗണ്ടുകൾ പരസ്പരം ക്ലോസ് ചെയ്യും. ഹയർ വെൻഡർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹയർ പർച്ചേസറുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ബാക്കി അയാൾക്ക് കിട്ടാനുള്ള പൈസ മുഴുവൻ ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതേസമയത്ത് ഹയർ പർച്ചേസർ എന്ത് ചെയ്യും, ഹയർ വെൻഡറുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. എങ്ങനെ, ബാലൻസ് എന്ത് ചെയ്യും, ബാലൻസ് ഹയർ പർച്ചേസ് അസറ്റ് അക്കൗണ്ടിലേക്ക്, ആ അസറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അത് ക്ലോസ് ചെയ്യും. റീപൊസഷന്റെ സമയത്തുള്ള ജേർണൽ എൻട്രീസ് നമുക്ക് നോക്കാം. സാധാരണ പർച്ചേസ് ആൻഡ് സെയിൽസിന്റെ സമയത്ത് ബയറുടെ ബുക്കിൽ, ഹയർ പർച്ചേസറുടെ ബുക്കിൽ
അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ വെൻഡർ അക്കൗണ്ട് എന്നും സെല്ലറുടെ ബുക്കിൽ ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്നും എഴുതും. ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് നടത്തുമ്പോൾ ബയറുടെ ബുക്കിൽ ഹയർ വെൻഡർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നും സെല്ലറുടെ ബുക്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട് എന്നും എൻട്രി എഴുതും. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ വെൻഡർ അക്കൗണ്ട് എന്ന് പർച്ചേസറുടെ ബുക്കിലും ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് സെല്ലറുടെ ബുക്കിലും എഴുതും. റീപ്രോസസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ ഹയർ വെൻഡർ അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ് അക്കൗണ്ട് എന്ന് എൻട്രി എഴുതിയിട്ട് എന്ത് ചെയ്യും, വെൻഡർ അക്കൗണ്ട് ക്ലോസ് ചെയ്യും ഹയർ ബയർ. ഫസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എഴുതുന്ന എൻട്രിയുടെ നേരെ ഓപ്പോസിറ്റ് എൻട്രി ആണ് എഴുതുന്നത്. അതുകൊണ്ട് ഈ അക്കൗണ്ട് എന്താവും, ക്ലോസ് ആവും. ദെൻ ഹയർ വെൻഡർ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് ഹയർ പർച്ചേസറുടെ അക്കൗണ്ടും ക്ലോസ് ചെയ്യും. ഗുഡ്സ് റീപ്രോസസ് ചെയ്യുമ്പോൾ ഒരു പുതിയ അസറ്റ് അയാൾക്ക് തിരിച്ചു വരും. ഇതിന് എന്ത് ചെയ്യാം, അയാൾക്ക് മെയിൻ്റനൻസ് നടത്തിയിട്ട് വേറെ ആൾക്കാർക്ക് റീസെയിലും ചെയ്യാം. ഇനി പാർഷ്യൽ റീപ്രോസഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കുക വെച്ചാൽ ജേർണൽ എൻട്രീസിൽ അക്കൗണ്ട് ക്ലോസിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. ഹയർ ബയർ സെല്ലറുടെ അക്കൗണ്ടും ക്ലോസ് ചെയ്യില്ല, സെല്ലർ ബയറുടെ അക്കൗണ്ടും ക്ലോസ് ചെയ്യില്ല. കാരണം ഇവിടെ പാർഷ്യൽ ആയിട്ടാണ് റീപ്രോസസ് ചെയ്യുന്നത്. ആ റീപ്രോസസ് ചെയ്യുന്ന എമൗണ്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്യും. രണ്ടാളുകളും അവരുടെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും, ബാക്കിയുള്ള ഇൻസ്റ്റാൾമെന്റുകൾ അടക്കുകയും ചെയ്യും. ദെൻ ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് സിസ്റ്റം. നെക്സ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് സിസ്റ്റം എന്നുള്ളതാണ്. ആക്ച്വലി ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ വളരെ സിമിലർ ആണ്, എക്സെപ്റ്റ് that the ownership of the transaction, or ownership of the asset is transferred to the higher buyer immediately on signing the agreement എന്നാണ്. ജസ്റ്റ് നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം നോക്കാം. അതിൽ ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹയറിംഗ് ഗുഡ്സ് എഗ്രിമെന്റ്. ഇറ്റ്സ് എൻ ഹയറിംഗ് എഗ്രിമെന്റ് ആണ്. ഇറ്റ്സ് എൻ എഗ്രിമെന്റ് ഓഫ് സെയിൽ ആണ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം. ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് ഫൈനൽ ഇൻസ്റ്റാൾമെന്റ്. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഫൈനൽ ഇൻസ്റ്റാൾമെന്റ് അടച്ചാലാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിൽ സൈനിങ് ദ എഗ്രിമെന്റ് അഥവാ ട്രാൻസാക്ഷൻ എഗ്രിമെന്റ് നടത്തുമ്പോൾ തന്നെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവും. ദ ബയർ കനോട്ട് സെൽ, ഡിസ്ട്രോയർ ഓർ ട്രാൻസ്ഫർ ദ ഗുഡ്സ്. ഹയർ പർച്ചേസ് എഗ്രിമെന്റ് പ്രകാരം വാങ്ങിച്ച ആൾക്ക് അത് മറിച്ചു വെക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അതേസമയത്ത് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം പ്രകാരം വാങ്ങിച്ച ആൾക്ക് അത് വിൽക്കാം, നശിപ്പിക്കാം, അല്ലെങ്കിൽ പണയപ്പെടുത്താം. അതുപോലെ ഓൾ റിസ്ക് ആർ ബോൺ ബൈ ദ സെല്ലർ ആണ് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ. ഇവിടെ ഓൾ റിസ്ക് ആർ ബോൺ ബൈ ദ ബയർ ആണ്. ദെൻ അവസാനത്തെ പോയിന്റ്, ബയർ ക്യാൻ റിട്ടേൺ ദ ഗുഡ്സ് ബിഫോർ മേക്കിംഗ് ദ ഫൈനൽ ഇൻസ്റ്റാൾമെന്റ്. അഥവാ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ബയർക്ക് ഗുഡ്സ് തിരിച്ചു കൊടുക്കാനുള്ള അവകാശമുണ്ട്. അതേസമയത്ത് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിൽ ബയർക്ക് ഒരിക്കലും ഗുഡ്സ് സെല്ലർക്ക് തിരിച്ചു നൽകാൻ കഴിയില്ല. So I hope you understood. Thank you for watching. Have a nice day.